ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും നിലവിലെ ഗുരുതരമായ സാഹചര്യം ലഘൂകരിക്കുക ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആനകളെ സുരക്ഷിതമായി അവയുടെ ആവാസ വ്യവസ്ഥയായ വന്യജീവി സങ്കേതത്തിലേക്ക് തിരിച്ചയക്കും. വിവിധ വകുപ്പുകളുടെയും പ്രാദേശിക സമൂഹത്തിന്റെയും പങ്കാളിത്തത്തോടെ 4 ദിവസത്തേക്കാണ് പദ്ധതി. ആനകളെ തുരത്തുന്നതിന് ആവശ്യമായ വാഹനങ്ങളും ആയുധങ്ങളും വനംവകുപ്പ് ആറളം ഫാമിംഗ് കോർപ്പറേഷനും സജ്ജമാക്കിയിരുന്നു. ഇന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു കൂട്ടത്തെയും ആറളം ബ്ലോക്ക് 2 എന്നും ആറളം ബ്ലോക്ക് 5 എന്നുള്ള ഇടയിൽ ഒരു കൂട്ടത്തെയും അതുപോലെ ഈ ഏരിയയിൽ ഒരു ഒറ്റയാനയാണ് നമ്മളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ആദ്യം സാങ്ച്വറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റുള്ള കാര്യങ്ങളും ചെയ്യും. ഡ്രോണുകളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് കൂട്ടമായും ഒറ്റയ്ക്കുമുള്ള ആനകളുടെ സ്ഥാനം നിർണയിച്ചത്. ഇതിന്റെ ഭാഗമായി കാക്കുവ, തളിപ്പറമ്പ്, ഓടൻതോട്, വളയംചാൽ, പൂങ്കുണ്ട് എന്നിവിടങ്ങളിൽ അനൗൺസ്മെന്റും നടത്തിയിരുന്നു. ആറളം കാർഷിക ഭവനകത്തെ ആനകളെ കണ്ടെത്തി അത് വന്യജീവി സങ്കേതത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, റവന്യൂ, ഫോറസ്റ്റ്, പോലീസ്, മറ്റ് മൃഗസംരക്ഷണ വകുപ്പ് ഒക്കെ എല്ലാവരുടെയും ഒരു ഏകോപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആനകളെ തുരുത്തി ഈ സാഞ്ചുറിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, കാർഷിക ഫാം ഉൾപ്പെടെ പുനരധിവാസ മേഖല ഉൾപ്പെടെ മഴ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കാടാണുള്ളത്. നിലവിൽ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അതിനിടയിൽ തന്നെയാണ് ഈ എലിഫൻ്റ് ഡ്രൈവ് നടത്തുന്നത്. പരമാവധി ആനകളെ കാട്ടിലെത്തിക്കുകയും അത് തിരിച്ചിറങ്ങാതെ ഹാങ്ങിങ് ഫെൻസിംഗ് ഉൾപ്പെടെ ഇട്ടുകൊണ്ട് അത് തിരിച്ചിറങ്ങാതെ നിരന്തരമായിട്ടുള്ള ഒരു വീക്ഷണം അല്ലെങ്കിൽ പട്രോളിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗജമുക്തി നമ്മളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. റോഡുകൾ ബ്ലോക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളെയും ജാഗ്രത പാലിക്കേണ്ട പ്രദേശങ്ങളെക്കുറിച്ചും പോലീസിന് വനം വകുപ്പ് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.